വാർത്തയിലേക്ക്. എലപ്പുള്ളി മദ്യപ്ലാന്റ് അനുമതി പോലീസ് നരനായാട്ടിൽ പ്രതിഷേധിച്ച് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. എലപ്പുള്ളി മദ്യപ്ലാന്റ് അനുമതിയിൽ പ്രതിഷേധിച്ച തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നിയമസഭയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് നടത്തിയ നരനായാട്ടിൽ പ്രതിഷേധിച്ചാണ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം DCC ജനറൽ സെക്രട്ടറി വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ഡാമിലെ വെള്ളം മദ്യ കമ്പനിക്ക് നൽകാനുള്ള ശ്രമം അനുവദിക്കില്ലെന്നും ഇവിടെ മറ്റൊരു നന്ദിഗ്രാമിന് തുടക്കമിടാനാണ് CPM ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചാബിൽ കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനി ഉടമകളെ കേരളത്തിൽ വാഴിക്കാൻ ശ്രമിക്കുന്നത് CPM BJP കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെമ്പാടും ഒഴുക്കി അതിലൂടെ വരുമാനമുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിലൂടെ വരുമാനം കേരളത്തിന് മാത്രമല്ല സ്വന്തം പോക്കറ്റിലേക്ക് കൂടി ആക്കാൻ വേണ്ടിയുള്ള പിണറായി വിജയന്റെ ശ്രമം, ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ് എലപ്പുള്ളിയിൽ വേണ്ടെന്ന് വെച്ച ബ്രൂവറി വീണ്ടും മറ്റൊരു പേരിൽ ഒയാസിസ് എന്നൊരു കമ്പനി, ആ കമ്പനിയെ കുറിച്ച് അറിയാമല്ലോ. ആ കമ്പനി ഡൽഹിയിലെ മദ്യ അഴിമതിയിൽപ്പെട്ട കമ്പനിയാണ്. പഞ്ചാബിലെ കുഴൽക്കിണറിനകത്തേക്ക് വേസ്റ്റേജ് ഒഴുക്കിയിട്ട് അവിടെ നിരോധിക്കപ്പെട്ട കമ്പനിയാണ്. അത്തരത്തിൽ നിരോധിക്കപ്പെട്ട ഒരു കമ്പനി, കരിമ്പട്ടികയിൽപ്പെട്ട ഒരു കമ്പനി, ആ കമ്പനിയെ ഇവിടെ കൊണ്ടുവന്ന് അതിലൂടെ മദ്യം സുലഭമായി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മദ്യം ലഭ്യമാക്കുന്നോ ഇല്ലേ എന്നുള്ളതിരിക്കട്ടെ, 27 ബാറുകൾ ഉണ്ടായിരുന്നിടത്ത് 800-ലധികം ബാറുകൾ തുറന്ന പിണറായിയുടെ നയം അതായിരിക്കാം. പക്ഷേ എലപ്പുള്ളിയിലെ ജനങ്ങൾ പറയുന്നത് അവർക്ക് വെള്ളമാണ് വേണ്ടത്. ഒരു വേനൽ വരുന്നു, ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ കേരളം അതിരൂക്ഷമായ വരൾച്ചയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് ഭൂഗർഭജലം ഉൾപ്പെടെയുള്ളത് ഊറ്റിക്കുടിച്ചുകൊണ്ട് ഒരു മദ്യ കമ്പനി ഇവിടെ വരുന്നുവെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ അവിടുത്തെ ജനങ്ങൾക്ക് അവകാശമില്ലേ? ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. K ഭവദാസ്, A കൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റുമാരായ S സേവ്യർ, രമേശ് പുത്തൂർ, അനിൽ ബാലൻ, ഹരിദാസ് മച്ചിങ്ങൽ, S കുപ്പേലൻ, C നിഖിൽ, D ഷജിത് കുമാർ, സുഭാഷ് യാക്കര മറ്റംഗങ്ങൾ പങ്കെടുത്തു.